ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. അബ്സല്യൂട്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരം ടെസ്റ്റുകൾ പരിചയപ്പെട്ടു. ആദ്യം നമ്മൾ പഠിച്ച ടെസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം റൂട്ട് ടെസ്റ്റും റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറിയും നമ്മൾ പഠിച്ചു. ദെൻ റേഷ്യോ ടെസ്റ്റിൻ്റെ മറ്റൊരു പേര് ഡി-അലംബേർട്സ് റേഷ്യോ ടെസ്റ്റ്. ദെൻ ഇറ്റ്സ് കൊറോളറി. ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇൻ്റഗ്രൽ ടെസ്റ്റായിരുന്നു. ഇത്രയും ടെസ്റ്റുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ഈ സെക്ഷനിലെ പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായും 2 പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് സിഗ്മ 1/n² കൺവേർജൻറ്റ്. ഇത് നമ്മൾ ഓൾറെഡി വേറെ പല രീതിയിലും ഇത് കൺവേർജൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ച പല ടെസ്റ്റുകൾ ഉപയോഗിച്ചാണ് സിഗ്മ 1/n² കൺവേർജൻ്റ് ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റാണ്. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾക്കറിയാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് x = xn, y = yn are 2 non-zero real sequences. Then r = limit of mod xn by yn. If r not equal to 0, then sigma xn is absolutely convergent if and only if sigma yn is absolutely convergent. If r equal to 0 and if sigma yn is absolutely convergent, then sigma xn is absolutely convergent. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ തിയറം ടെസ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സിഗ്മ yn എന്ന ഒരു റിയൽ സീക്വൻസ് എടുത്തു. എൻ്റെ സീക്വൻസ് സിഗ്മ 1/n × n+1. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് സിഗ്മ 1/n × n+1 ഈസ് കൺവേർജൻ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വി ടേക്ക് മോഡുലസ് ഓഫ് xn/yn. Modulus of xn is our given series. Our given series is sigma 1/n². So, modulus of xn/yn is equal to modulus of 1/n² by 1/n × n+1, which is equal to modulus of n × n+1/n², that is n+1/n, which is equal to 1+1/n. Okay, so we get modulus of xn/yn, which is equal to 1+1/n. So limit n tends to infinity, modulus of xn/yn, which is equal to 1. That is here 1 equal to r and we have r not equal to 0. അപ്പോൾ എന്താ പറയുന്നത്? xn/yn ലിമിറ്റ് 1 ആണ്. xn/yn ലിമിറ്റ് നോൺ സീറോ ആയതുകൊണ്ട് xnഉംynഉം ഒരേ സ്വഭാവക്കാരാണ്. yn ഓൾറെഡി കൺവേർജൻ്റ് ആണെന്ന് നമ്മൾക്കറിയാം. അതായത് സിഗ്മ 1/n × n+1 കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിഗ്മynഉം സിഗ്മ xnഉം ഒരേ സ്വഭാവക്കാരാണ്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് കിട്ടിയ ലിമിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സിഗ്മ yn കൺവേർജൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഗിവൺ സീരീസ് സിഗ്മ 1/n² കൺവേർജൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം പറയുന്നത് സെക്കൻഡ് പ്രോബ്ലം ഇതാണ്. സിഗ്മ 1/n⁻p ഈസ് കൺവേർജൻ്റ്. Prove that sigma 1/n⁻p is convergent. അപ്പോൾ നമുക്ക് ഇതും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പി സീരീസ് ആണ്. ഈ പി സീരീസിൽ p > 1 ആണെങ്കിൽ ഇറ്റ് ഈസ് കൺവേർജൻറ്റ്, p < or > 1 ആണെങ്കിൽ ഡൈവേർജൻറ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ
നമ്മൾ പഠിച്ച ടെസ്റ്റുകൾ നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഗിവൻ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾക്കിവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനൊക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നില്ല. കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ടെസ്റ്റായ നമ്മൾ ഏതാ ആലോചിക്കുന്നത്, റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് നമ്മൾക്കറിയാം. റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത്, എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് if there exist r such that 0 less than r less than 1, then modulus of xn plus 1 by xn less than or equal to 1, then the series is absolutely convergent, and if it is greater than or equal to 1, it is divergent. ഇതാണ് നമ്മളോട് റേഷ്യോ ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് എൻ എന്ന് പറഞ്ഞാൽ 1 ബൈ എൻ റേസ് ടു പി ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈസ് 1 ബൈ എൻ പ്ലസ് 1 ദ ഹോൾ റേസ് ടു പി ബൈ 1 ബൈ എൻ റേസ് ടു പി, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എൻ റേസ് ടു പി ബൈ എൻ പ്ലസ് 1 ദ ഹോൾ റേസ് ടു പി, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ which is equal to, that is modulus of xn plus 1 by xn is equal to, which is equal to, മോഡുലസ് നമ്മൾക്ക് വേണമെങ്കിൽ കളയാം. നമ്മൾക്ക് n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, 1 by 1 plus 1 by n the whole raised to p. As n tends to infinity, this limit converges to 1. അല്ലേ? അപ്പോൾ ഈ റേഷ്യോ 1ലേക്കാണ് പോകുന്നത്. ഈ റേഷ്യോ 1ലേക്കാണ് പോകുന്നത്. ഇതിൽ നിന്നും നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ റേഷ്യോ ടെസ്റ്റിൻ്റെ കൊറോളറി പറയുന്നത് എന്താണ്, റേഷ്യോ ടെസ്റ്റിൻ്റെ കൊറോളറി പറയുന്നത് ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ നോൺ സീറോ സീക്വൻസ് ഇൻ ആർ ആൻഡ് സപ്പോസ് ദാറ്റ് ദ ലിമിറ്റ് ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എക്സിസ്റ്റ്, ദെൻ sigma xn is absolutely convergent when r less than 1 and it is divergent when r greater than 1. മനസ്സിലായോ? അപ്പോൾ ഇവിടെ r greater than 1 ആണെങ്കിൽ നമ്മുടെ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ സീരീസ് ഡൈവേർജൻ്റ് എന്നും r ലെസ് ദാൻ 1 ആണെങ്കിൽ ഗിവൺ സീരീസ് കൺവേർജൻ്റ് എന്നും പറയാം. പക്ഷേ ഇവിടെ നമ്മുടെ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ പോകുന്നത് 1ലേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾക്ക് റേഷ്യോ ടെസ്റ്റും അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. ഇതാണ് റേഷ്യോ ടെസ്റ്റ്. അതായത് കൊറോളറിയിലാണ് ഈക്വൽ ടു എന്ന് വരുന്നത്. മനസ്സിലായോ? നമുക്കിവിടെ ഈക്വൽ ടു എന്നല്ലേ നമ്മൾക്ക് എടുക്കേണ്ടത്, അല്ലാതെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നല്ലല്ലോ നമ്മൾക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളുടെ ലിമിറ്റ് നമ്മൾക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈ റേഷ്യോ 1ലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല, റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല, റേഷ്യോ ടെസ്റ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കുന്നത് റൂട്ട് ടെസ്റ്റ് നമ്മളെ കൊണ്ട് ഒക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ റൂട്ട് ടെസ്റ്റ് എന്താ പറയുന്നത്, റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറി എന്താണ് നമ്മളോട് പറയുന്നത്, അതായത് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്. ദെൻ ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ദ ഹോൾ റേസ് ടു 1 ബൈ എൻ എക്സിസ്റ്റ് ആണ്. ആൻഡ് സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് വെൻ ആർ ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജൻറ്റ് വെൻ ആർ ഗ്രേറ്റർ ദാൻ 1. ഇതാണ് നമ്മളോട് റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറി പറയുന്നത്. ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻറ്റും എന്നാണ് റൂട്ട് ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാമല്ലോ. റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്, എക്സ് എൻ എന്ന് പറയുന്നത് ഹിയർ എക്സ് എൻ ഈക്വൽ ടു 1 ബൈ എൻ റേസ് ടു പി. So mod xn the whole raised to 1 by n which is equal to 1 by
n റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/n. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/n റേസ് ടു 1/n ദ ഹോൾ റേസ് ടു പി എൻ. നമ്മൾക്കറിയാം n റേസ് ടു 1/n എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് n റേസ് ടു 1/n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതും എങ്ങോട്ടാണ് പോകുന്നത്? ഇതും എവിടേക്കാണ് പോകുന്നത്? r എന്ന് പറയുന്നത് 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നമ്മൾക്ക് ഏത് ടെസ്റ്റും അപ്ലൈ ചെയ്യാൻ ഒക്കില്ല, റൂട്ട് ടെസ്റ്റും അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ 3 ടെസ്റ്റുകൾ നോക്കി. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഒക്കത്തില്ല, റേഷ്യോ ടെസ്റ്റ് ഒക്കുന്നില്ല, റൂട്ട് ടെസ്റ്റും നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഒരു ടെസ്റ്റും കൂടെ പഠിച്ചിട്ടുണ്ട്. അത് ഏത് ടെസ്റ്റാണ്? ഇൻ്റഗ്രൽ ടെസ്റ്റ്. നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്താണ് നമ്മളോട് പറയുന്നത്? ഇൻ്റഗ്രൽ ടെസ്റ്റ് പറയുന്നത് ദ സീരീസ് സിഗ്മ k equal to 1 to n f of k converges or diverges. എന്താ പറയുന്നത്? converges or diverges if and only if integral 1 to infinity f of t dt is finite or infinite. ഇതാണ് നമ്മളോട് ഇൻ്റഗ്രൽ ടെസ്റ്റ് പറയുന്നത്. ദ സീരീസ് സിഗ്മ k equal to 1 to n f of k converges or diverges if and only if integral 1 to infinity f of t dt is finite or infinite. വേറൊരു കാര്യവും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻ്റഗ്രൽ 1 to infinity f of t dt നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നത്? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 to b f of t dt. ഇത് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/t റേസ് ടു പി ഫോർ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി സിൻസ് നമുക്ക് p ഗ്രേറ്റർ ദാൻ 1 എടുക്കാം. സിൻസ് p ഗ്രേറ്റർ ദാൻ 1 ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/t റേസ് ടു p dt. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/t റേസ് ടു p dt എന്ന് നമ്മൾക്ക് എഴുതാം. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/t റേസ് ടു p dt ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി integral 1 to b 1/t raised to p dt, right, which is equal to limit b tends to infinity 1/t raised to p is t raised to minus p. അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? t raised to minus p plus 1 by minus p plus 1 applying the limit 1 to b. b അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് b tends to infinity നമ്മൾക്ക് എന്താ കിട്ടുക? b റേസ് ടു 1 മൈനസ് പി, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ കോൺസ്റ്റൻറ്റ് ഇസ് 1 മൈനസ് പി എന്ന് നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/p മൈനസ് 1 നമ്മൾക്ക് കോമൺ ആയിട്ട് എടുക്കാം. ബാക്കിയുള്ളത് 1 മൈനസ് 1/b റേസ് ടു p മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ആസ് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? 1/p മൈനസ് 1. ദിസ് ഈസ് ഫൈനൈറ്റ്. അപ്പം നമ്മളോട് ഇൻ്റഗ്രൽ ടെസ്റ്റ് പറയുന്നത് ദ സീരീസ് സിഗ്മ എഫ് ഓഫ് കെ കൺവേർജസ് ഓർ ഡൈവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഫൈനൈറ്റ് ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഗിവൺ സീരീസ് ഡൈവേർജ് ചെയ്യും. എപ്പോൾ? ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി. ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി ഫൈനൈറ്റ്, then the given series sigma fk converges and it is infinite, the given series diverges. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വെൻ പി ഗ്രേറ്റർ ദാൻ 1 നമ്മൾക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/t റേസ് ടു പി, അതാണ് നമ്മുടെ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. 1/p മൈനസ് 1 കിട്ടി, ദാറ്റ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? സോ സിഗ്മ 1/t റേസ് ടു പി ഈസ്
കൺവേർജൻറ്റ് എന്ന് നമ്മൾക്ക് കിട്ടി. ഓക്കെ, ഇനി നോട്ട് ദാറ്റ് നമുക്കറിയാം പി ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഇത് ഇൻ്റഗ്രൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/t⁻p dt എന്ന് പറയുന്നത് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/p-1 1/b⁻p-1 എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്ക്, വെൻ p ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഗിവൺ ഇൻ്റഗ്രൽ എങ്ങോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് സിഗ്മ 1/n⁻p ഡൈവേർജസ്. ഇനി ഒരു കേസും കൂടെ ഉണ്ട്. p = 1 വന്നാലോ? p = 1 വന്നാലും നമ്മൾക്ക് എന്താ എഴുതുക? ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/t⁻p dt. When p = 1, it becomes integral 1 to infinity 1/t dt. Integral that is equal to limit b tends to infinity integral 1 to b 1/t dt. Right? That is limit b tends to infinity integral 1 to b 1/t dt, which is equal to limit b tends to infinity 1/t dt is log t. Applying the limit 1 to b, that is limit b tends to infinity log b minus log 1. Log 1 is 0. As b tends to infinity, it is log infinity, that is equal to infinity. അപ്പോൾ p = 1 വരുമ്പോഴും ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/t⁻p, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി f of t dt എന്തിലേക്ക് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അവിടെയും നമ്മൾക്ക് എന്ത് പറയാം? സിഗ്മ 1/n⁻p ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? സിഗ്മ 1/n⁻p കൺവേർജൻറ്റ് വെൻ p greater than 1 and sigma 1/n⁻p divergent when p less than or equal to 1. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് സിഗ്മ 1/n² കൺവേർജൻ്റ് എന്നാണ്. അത് നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. രണ്ടാമത് ചെയ്ത പ്രോബ്ലം സിഗ്മ 1/n⁻p കൺവേർജൻറ്റ് വെൻ p greater than 1 ആൻഡ് ഡൈവേർജൻറ്റ് വെൻ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഈ 2 പ്രോബ്ലംസും ഇവിടെ ചെയ്തിട്ടുണ്ട്. CD എന്നൊക്കെ ചോദിക്കുന്നത് എല്ലാം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നോക്കി, റേഷ്യോ ടെസ്റ്റ് നോക്കി കണ്ടു. ഇവിടെ റേഷ്യോ ടെസ്റ്റ് ഫെയിലായി. അതിനുശേഷം നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ച് ചെയ്തു. ഇന്ന് നമ്മൾ അടുത്ത ഒരു ടെസ്റ്റിലേക്ക് പോവുകയാണ്, റാബിസ് ടെസ്റ്റ്. നമ്മുടെ അടുത്ത ടെസ്റ്റാണ് റാബിസ് ടെസ്റ്റ്. റാബിസ് ടെസ്റ്റ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. റാബിസ് ടെസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. Let x equal to xn be a sequence of non-zero real numbers. If there exist numbers a greater than 1 and k element of n such that modulus of xn plus 1 by xn less than or equal to 1 minus a by n for n greater than or equal to k, then sigma xn is absolutely convergent. ബി പാർട്ട് പറയുന്നത് ഇഫ് ദർ എക്സിസ്റ്റ് റിയൽ നമ്പേഴ്സ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് കെ ഇൻ എൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, then sigma xn is not absolutely convergent. ഇങ്ങനെയാണ് റാബിസ് ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 1 ആണ് ആയിത്തേൽ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് എ ബൈ എൻ 1 മൈനസ് എ ബൈ എൻ. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് റേഷ്യോ ടെസ്റ്റുമായി കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം.
അതേപോലെ ബി പാർട്ടിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ അതേ ഐഡിയ തന്നെയാണ്, അതായത് പ്രൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടെസ്റ്റായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അതായത് xn+1/xnനെ 1 - a/n എന്ന വാല്യൂ വെച്ച് ബൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കൺവേർജൻസും ഡൈവേർജൻസും പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകേണ്ട. അതാണ് റാബിസ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായോ? അപ്പം എന്താണ് റാബിസ് ടെസ്റ്റിൻ്റെ മറ്റ് ടെസ്റ്റുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലായില്ലേ? അതായത് അതായത് ഇവിടെ a ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ 1 - a/n, അതായത് xn+1/xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? റേഷ്യോ ടെസ്റ്റുമായി കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ബി പാർട്ടിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് വേറൊരു ടെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് xn+1/xnനെ 1 - a/n എന്ന വാല്യൂ വെച്ച് ബൗണ്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ തന്നെ നമുക്കിത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് പോകുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സപ്പോസ് ദാറ്റ് മോഡുലസ് ഓഫ് xn+1/xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - a/n. അപ്പം നമ്മൾ നേരത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a. അങ്ങനെയെങ്കിൽ മോഡുലസ് ഓഫ് xn+1/xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - a/n നമുക്ക് എന്തെഴുതാം? -1 + a/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn+1/xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - a/n. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a/n - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn+1/xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - a/n. ഓക്കെ, അപ്പോൾ ഇൻ പെർട്ടിക്കുലർ n = k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇപ്പം ഇവിടെ നമ്മൾക്കുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? a/n - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn+1/xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - a/n. ഇവിടെ നമ്മൾ n = k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? a/k - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xk+1/xk ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - a/k. ഓക്കെ, LC എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? a - k/k ലെസ് ദാൻ ഓർ ഈക്വൽ ടു xk+1/xk ലെസ് ദാൻ ഓർ ഈക്വൽ ടു k - a/k. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? അതായത് xk+1/xk ലെസ് ദാൻ ഓർ ഈക്വൽ ടു k - a/k. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. k ഇൻറ്റു ഇവിടെ മോഡുലസ് ഉണ്ട് കേട്ടോ. k ഇൻറ്റു മോഡുലസ് ഓഫ് xk+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k - a ഇൻറ്റു modulus of xk. Right? That is k into modulus of xk+1 less than or equal to k minus a നെ ഞാൻ k minus 1 plus 1 minus a into modulus of xk എന്ന് എഴുതി. Okay, that is k into modulus of xk+1 less than or equal to k minus 1 into modulus of xk minus a minus 1 into mod xk for k greater than or equal to k. അപ്പോൾ ഈ ഇനിക്വാളിറ്റീനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഈ ഇനിക്വാളിറ്റീനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നമ്മൾക്ക് എന്ത് കിട്ടും? k minus 1 into mod xk minus k into modulus of xk+1 greater than or equal to a minus 1 ഇൻറ്റു മോഡുലസ് ഓഫ് xk എന്ന് കിട്ടും. ഒന്നും കൂടെ എഴുതാം. ഈ ഇനിക്വാളിറ്റിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ k - 1
ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ. ഇതിനെ ഞാൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുക. എങ്ങനെയാണ് ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടിയത്? ഇവിടെ എ ഗ്രേറ്റർ ദാൻ 1 ആണ്. എ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് പോസിറ്റീവാണ്. അതുപോലെ മോഡ് എക്സ് കെ എപ്പോഴും പോസിറ്റീവാണ്. അതുകൊണ്ടാണ് എ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നത്. അപ്പോൾ ഒന്നും കൂടെ എഴുതാം. കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 greater than or equal to a minus 1 into modulus of xk which is greater than 0 for k greater than or equal to k. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് എന്താ മനസ്സിലായത്? കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ഈസ് എന്ന സീക്വൻസ് ഡിക്രീസിങ് ആണ്. ഈ സീക്വൻസ് അതായത് കെ മൈനസ് 1 മോഡ് എക്സ് കെ മൈനസ് 1 മൈനസ് കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1. അപ്പോൾ നമുക്ക് മനസ്സിലായി കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 എന്ന സീക്വൻസ് ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് കെയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ കെ മുതൽ എൻ വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ കെ മുതൽ എൻ വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനിക്വാളിറ്റി എന്തായിരുന്നു? നമ്മൾ നേരത്തെ കൊടുത്ത ഇനിക്വാളിറ്റി എന്തായിരുന്നു? കെ മൈനസ് 1 മോഡ് എക്സ് കെ മൈനസ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കെ മുതൽ എൻ വരെയുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് വരും? കെ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് ഇത് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1. ആദ്യമേ നമുക്ക് മൈനസ് ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ എന്ത് വരുമെന്ന് നോക്കാം ആദ്യമേ. അടുത്തത് കെയ്ക്ക് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? കെ പ്ലസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 ആണ് കേട്ടോ, കെ പ്ലസ് 1 മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 2. ഇനി അങ്ങനെ പോകും കണ്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. പിന്നെ അടുത്ത ടേം വരുമ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ എന്താ വരുന്നത്? ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂവിൽ എന്തേ വരുള്ളൂ? കെ മൈനസ് 1 മോഡ് എക്സ് കെ അപ് ടു എൻ വരെയാണ് മൈനസ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 എന്ന് വരും. മനസ്സിലായോ? ഇതെങ്ങനെയാണ് വന്നത്? കെയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ കെ മുതൽ എൻ വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ. ഇതാണ് നമ്മുടെ ഇന്നിക്വാളിറ്റി. ഈ ഇന്നിക്വാളിറ്റിക്കാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കെ പ്ലസ് 1 അങ്ങനെ എൻ വരെയുള്ള വാല്യൂസ് അപ്ലൈ ചെയ്യുന്നത്. അതാണ്ടേ ആദ്യമേ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കെയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ കെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യമേ എന്ത് വരും? ആദ്യമേ എന്താ വരുന്നത്? കെ ക്യാപിറ്റൽ ലെറ്റർ കെ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1. ഇനി കെ പ്ലസ് 1 കൊടുക്കുമ്പോഴോ കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 മൈനസ് കെ പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് കെ പ്ലസ് 2. ഇനി കെ പ്ലസ് 2 കൊടുക്കുമ്പോഴോ അടുത്ത് എന്ത് വരും? കെയ്ക്ക് കെ പ്ലസ് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? കെ പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 2 മൈനസ് കെ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 3. കണ്ടോ? അപ്പോൾ ഇവിടെ ഏതൊക്കെ കണ്ടേ? ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. അവസാനം നമ്മൾ കെയ്ക്ക് ഏത് വാല്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്? എൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ തുടക്കവും അവസാനം എൻ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് മാത്രമേ നമ്മൾക്കുള്ളൂ. അവിടുത്തെ എൻ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ വെട്ടിപ്പോവും. പിന്നെ നമുക്കുള്ളത് മൈനസ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂവിൽ നമ്മൾക്ക് വരുന്നത് കെ മൈനസ് 1 ഇൻറ്റു
മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് മോസ്റ്റ് വാല്യൂ എന്തായിരുന്നു? എ മൈനസ് 1. റൈറ്റിൽ എന്തായിരുന്നു? എ മൈനസ് 1 മോഡുലസ് ഓഫ് എക്സ് കെ ആയിരുന്നു. ഇവിടെ കെക്ക് ക്യാപിറ്റൽ ലെറ്റർ കെ മുതൽ എൻ വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ എന്ന് നമ്മൾക്ക് വരും. അപ്പോൾ എന്താ വരുന്നത്? കെ മൈനസ് 1 മോഡ് എക്സ് കെ മൈനസ് എൻ ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ എന്ന് വരും അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാർഷ്യൽ സമ്മ് സിഗ്മ മോഡ് എക്സ് എൻ എന്താണ്? ബൗണ്ടഡ് ബിലോ ആണ്. പാർഷ്യൽ സം സിഗ്മ മോഡ് എക്സ് എൻ ബൗണ്ടഡ് ബിലോ ആണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് ബിലോ ആണ്, കൂടാതെ ഡിക്രീസിങ് ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കൺവേർജൻ്റ് ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇത് മോഡുലസ് സീക്വൻസ് ആണ്. ഇവിടെ നമ്മൾ മോഡുലസ് സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ സീക്വൻസ് എന്താണ്? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് കിട്ടും. അതായത് മോഡുലസ് വാല്യൂസിനാണ് നമ്മൾ ഡിക്രീസിങ് ആണ്, അതായത് മോഡുലസ് വാല്യൂസിനാണ് നമ്മൾ ഡിക്രീസിങ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ് എന്നൊക്കെ പ്രൂവ് ചെയ്തത്. മനസ്സിലായ? ആർക്കാണ് നമ്മൾ ഇത് ഡിക്രീസിങ് ആണ്, ബൗണ്ടഡ് ബിലോ ആണെന്നൊക്കെ പ്രൂവ് ചെയ്തത്? മോഡുലസ് വാല്യൂസിന് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് നമ്മൾക്ക് കിട്ടും. ഇതാണ് എ പാർട്ട്. നമ്മൾ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി ബി പാർട്ട് എന്താ വരിക? ബി പാർട്ട് എന്താ വരിക നോക്കിക്കേ. ബി പാർട്ട് എന്താ വരിക? ഇതേ കാര്യം തന്നെ നേരെ തിരിച്ചു വരും. അതായത് ഇതേ കാര്യം തന്നെ നേരെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചെടുക്കുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടും? നമുക്ക് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് എ ഇൻറ്റു മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ. ഇവിടെ നമുക്ക് എന്താണ്? സിൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, സിൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ദ സീക്വൻസ് നമ്മൾക്ക് എന്ത് പറയാം? സീക്വൻസ് n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 ഈസ് ഇൻക്രീസിങ് ആൻഡ് ദർ എക്സിസ്റ്റ് എ നമ്പർ c greater than 0 such that modulus of xn plus 1 greater than c by n for n greater than or equal to k എന്ന് വരും. ഓക്കെ, നമുക്കറിയാം 1/n എന്ന സീക്വൻസ് തന്നെ ഡൈവേർജൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ സി ബൈ എൻ. 1/n എന്ന സീക്വൻസ് തന്നെ ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് സി ഇൻറ്റു 1/n, അതായത് സി ബൈ എൻ എന്ന സീക്വൻസും എന്താണ്? ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഡൈവേർജൻ്റ് ആയ ഒരു സീക്വൻസിനേക്കാൾ വലുതാണ് ആര്? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1. ഡൈവേർജൻ്റ് ആയ ഒരു സീരീസിനേക്കാൾ വലുതാണ് മോഡ് എക്സ് എൻ പ്ലസ് 1ൻ്റെ ഓരോ ടേംസും വരുന്നത്. അപ്പോൾ ആ സീരീസും എന്താണ്? ഡൈവേർജൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓടിച്ച് പറയാം. സെക്കൻഡ് പാർട്ട് നേരെ തിരിച്ചെടുക്കുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ. ഇവിടെ നമുക്ക് എന്ത് വരും? എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് എ മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് 1 മോഡ് എക്സ് എൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സീക്വൻസ് എൻ ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 ഈസ് increasing and there exists a number c greater than 0 such that modulus of xn plus 1 greater than c by n. 1/n ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതും ഡൈവേർജൻ്റ് ആണ്. ഡൈവേർജൻ്റായ ഒരു സീരീസിനേക്കാൾ വലുതാണ് മോഡ് എക്സ് എൻ പ്ലസ് 1ൻ്റെ ഓരോ ടേംസും വരുന്നത്.
അപ്പോൾ ആ സീരീസും ഡൈവേർജൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റാപ്പീസ് ടെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 പ്രോബ്ലംസും റാബീസ് ടെസ്റ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.